ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി എന്ന് പറയുമ്പോൾ തന്നെ ശിവഭഗവാന്റെ വഴിപാടിനും കാലഭൈരവ വഴിപാടിനും ദുർഗാദേവി വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പൗർണമി കഴിഞ്ഞു വരുന്ന 8ാമത്തെ ദിവസത്തെ തേയ്പിറ അഷ്ടമി എന്നും അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 8ാമത്തെ ദിവസത്തെ വളർപ്പിറ അഷ്ടമി തിഥി എന്നുമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് സാധാരണ അഷ്ടമി തിഥിയിൽ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു കാര്യങ്ങൾ എടുത്താലും പരാജയമാണ്, നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മുന്നേറ്റവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അഷ്ടമി തിഥികളിൽ കാലഭൈരവ വഴിപാട് ചെയ്തു വന്നാൽ എത്ര വലിയ തടസ്സങ്ങളെയും തവിടുപൊടിയാക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കാത്തവർക്കും പൂജകൾ ചെയ്യാൻ സാധിക്കാത്തവർക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുമായും ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ആദ്യം അഷ്ടമി തിഥി എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് കാണാം. ജൂൺ മാസം 2-ാം തീയതി 8:35 അഷ്ടമി തിഥി തുടങ്ങുകയും ജൂൺ മാസം 3-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:56 അഷ്ടമി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മുഴുവനായും, അതായത് രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം വെറും 8 തവണ മാത്രം ചൊല്ലുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീരാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവർ, പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കാത്തവർ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നവർ തുടങ്ങിയ പല ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത്. നമുക്ക് ഈ ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. നമുക്ക് കാലഭൈരവ ക്ഷേത്രമില്ല, അല്ലെങ്കിൽ ഭൈരവസ്വാമിയുടെ സന്നിധി ഇല്ല എന്ന് പറയുന്നവർ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വന്നാലും വളരെ നല്ലതാണ്. നാളെ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്താം. അല്ല, നമുക്ക് ശിവക്ഷേത്ര ദർശനവും നടത്താൻ സാധിക്കുന്നില്ല, വഴിപാടുകളും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം വെറും 8 പ്രാവശ്യം മാത്രം വിശ്വാസത്തോടു കൂടി ചൊല്ലി നോക്കുക. തീർച്ചയായും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഞാൻ ഏതു സമയമാണ് എന്ന് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ഏതൊരു സമയത്തും നിങ്ങൾക്ക് എപ്പോഴാണോ നാളെ സാധിക്കുന്നത് ആ സമയത്ത് ഒരു 5-10 മിനിറ്റ് നമുക്ക് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. വിശ്വാസത്തോടു കൂടിയുള്ള ഈ മന്ത്രജപത്തിന് അനേകായിരം ഫലങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ ശുദ്ധമായ മനസ്സോടുകൂടിയും ശുദ്ധമായ ശരീരത്തോടു കൂടിയും വളരെയധികം വിശ്വാസത്തോടു കൂടി മാത്രം നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. വീടുകളിൽ, ക്ഷേത്രങ്ങളിൽ, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ, യാത്രകളിൽ തുടങ്ങിയ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും കണ്ണുകൾ അടച്ച് ഭൈരവസ്വാമിയുടെ ചിത്രം മനസ്സിൽ കരുതിക്കൊണ്ടോ അതും അല്ലെങ്കിൽ ശിവഭഗവാന്റെ ചിത്രം മനസ്സിൽ കരുതിക്കൊണ്ടോ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ, കടം പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് മാറിക്കിട്ടണം എന്നുള്ളതെങ്കിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം 8 തവണ ചൊല്ലാവുന്നതാണ്. ഓം ശ്രീ കാലഭൈരവായ നമ. ഓം ശ്രീ കാലഭൈരവായ നമ എന്നുള്ള ഈ മന്ത്രം 8 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാൻ, ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുവാൻ, തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ, ബാഡ് ലക്കുകളെ ഇല്ലാതാക്കുവാൻ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഓം ശ്രീ കാലഭൈരവായ നമ എന്നുള്ള ഈ മന്ത്രം. ഇനി പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനായിട്ട്, തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനായിട്ട്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരുവാനായിട്ട്, അതുപോലെ തന്നെ പണം നമ്മുടെ കയ്യിൽ എപ്പോഴും വന്നു ചേരുവാനായിട്ട്, കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടുവാനായിട്ട് തുടങ്ങി സാമ്പത്തികപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് തീർന്നു കിട്ടേണ്ടത് എങ്കിൽ നമുക്ക് ഓം സ്വർണ്ണാകർഷണ ഭൈരവായ നമ, ഓം സ്വർണ്ണാകർഷണ ഭൈരവായ നമ, ഓം സ്വർണ്ണാകർഷണ ഭൈരവായ നമ എന്നുള്ള ഈ മന്ത്രം
8 തവണ ചൊല്ലാവുന്നതാണ്. 8 തവണ മാത്രമല്ല, നമുക്ക് എത്ര തവണ വേണമെങ്കിലും നാളെ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ മനസ്സിൽ ധൈര്യവും ശക്തിയും സന്തോഷവും സമാധാനവും വന്നു ചേരുവാനായി നമുക്ക് ഈ 2 മന്ത്രത്തിലെ ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും നാളെ മുഴുവനായും ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 10 മണിവരെ, രാത്രി 10 മണിവരെ സമയമുണ്ട്. അതിലേതെങ്കിലും ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് മാറ്റിവെച്ച് നമുക്ക് ആ സമയത്തിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ എത്ര തവണ ഈ മന്ത്രങ്ങൾ ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ നമുക്കിത് ചൊല്ലാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ ഇരുന്നു കൊണ്ട് 108 പ്രാവശ്യം ചൊല്ലണോ, അല്ലെങ്കിൽ നമുക്ക് പൂജാമുറികളിൽ ഇരുന്നു കൊണ്ട് 108 പ്രാവശ്യം ചൊല്ലണോ, അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ മാത്രം. ഇത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും ഇരുന്ന് ചൊല്ലാവുന്ന ഒരു അത്ഭുത മന്ത്രമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യവും ഞാൻ പറഞ്ഞു. ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ ശരീരത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും മാത്രം നമ്മൾ ചൊല്ലുക. പീരിയഡ്സ് ഉള്ള സമയത്ത്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കും, അതുപോലെ തന്നെ പുലവാലായ്മയുണ്ട് എന്ന് പറയുന്ന സമയത്തൊന്നും തന്നെ നമുക്ക് ഈ മന്ത്രം ചൊല്ലാൻ പാടില്ല. ശരീരശുദ്ധി വരുത്താതെയും ഈ മന്ത്രം ചൊല്ലരുത്. ഒരുപാട് പേർക്ക് അനുഭവം കൊടുത്ത, നേരത്തെ തന്നെ നമ്മുടെ ഒരു വീഡിയോയിലൂടെ സ്വർണ്ണാകർഷണ ഭൈരവരുടെ ഈ മന്ത്രം ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രകാരം പറഞ്ഞ് ഒരുപാട് പേർക്ക് നല്ല മാറ്റങ്ങൾ വന്നു കിട്ടിയതായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നാളെ വൈകാശി മാസത്തിലെ അഷ്ടമി തിഥി ആയതിനാൽ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ക്ഷേത്രങ്ങളിലും ആദ്യത്തെ പൂജ വിനായക ഭഗവാനും അവസാനത്തെ പൂജ അവിടുത്തെ ക്ഷേത്രപാലകർക്കുമായിരിക്കുമെന്നുള്ള കാര്യം. മിക്ക ക്ഷേത്രങ്ങളിലെയും ക്ഷേത്രത്തിലെ കാവൽക്കാരനായിട്ട് അറിയപ്പെടുന്നതാണ് ശിവഭഗവാന്റെ അംശം നിറഞ്ഞ ഭൈരവ ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൈരവ ഭഗവാനെ തൊഴുതുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തെ പാലിക്കുന്ന ഭഗവാൻ നമ്മുടെ ജീവിതത്തെയും സംരക്ഷിക്കും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിത്യവും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല, പക്ഷേ എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു നെഗറ്റിവിറ്റിയാണ്, എൻ്റെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ്, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തന്നെ സ്വയം അനുഭവപ്പെടുന്ന സമയത്ത് കാലഭൈരവ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതും വെറും ഈ ഒരു മന്ത്രം മാത്രം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഭൈരവ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. ഇനിയുള്ള ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. നമ്മുടെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. ദൃഷ്ടിദോഷങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. തുടങ്ങി അനേകായിരം ഫലങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നാളെ ഈ ദിവസത്തിൽ, അതായത് അഷ്ടമി തിഥികളിൽ ഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല, മറിച്ച് അഷ്ടലക്ഷ്മികളും ഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്യുന്നുണ്ട്. ദേവാദിദേവന്മാരും ഈ ദിവസത്തിൽ ഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസമാണ് നമുക്ക് ഒരു മാസത്തിൽ 2 തവണ വരുന്ന തേയ്പിറ അഷ്ടമി, വളർപ്പിറ അഷ്ടമി എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ പലരും ഭൈരവ ക്ഷേത്രത്തിൽ അഷ്ടമി തിഥി ദിവസങ്ങളിൽ കുമ്പളങ്ങ ദീപം, അതുപോലെ തന്നെ 27 കുരുമുളക് ഒരു ചുവന്ന തുണിയിൽ ചുറ്റി നമുക്ക് കുരുമുളക് ദീപം എന്നിവയെല്ലാം തെളിയിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളാണ്. ഇതല്ലാതെ നമുക്ക് വീടുകളിൽ ഈ ഒരു വഴിപാട് ചെയ്യാൻ സാധിക്കില്ല. അത് പ്രത്യേകം ഓർമ്മയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെ ഇല്ല. നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഈ മന്ത്രം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചൊല്ലാവുന്നതാണ്. അപ്പോൾ നാളെ മറക്കാതെ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന്, അതായത് രാത്രി 10 മണിക്ക് മുന്നേ നമ്മൾ ഈ മന്ത്രം ഒരു 8 തവണയെങ്കിലും ചൊല്ലിക്കിടക്കുക. നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ ഭൈരവസ്വാമി തുടച്ച് മാറ്റിത്തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.